ഇന്ന് നമ്മളെ കുഞ്ഞു കുക്കർ 1.5 ലിറ്ററിൻ്റെ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി കാണിക്കുന്നു കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിൽ നമ്മൾ കഷ്ണത്തിന് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടം, ഒരാൾക്ക് കുമ്പളങ്ങ ഇഷ്ടം. അപ്പോൾ രണ്ടുപേരും തൃപ്തിപ്പെടുത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ പ്രിപ്പറേഷൻ. കുമ്പളങ്ങയുടെ കുഞ്ഞ് പീസ് എടുത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്നാണ് എടുത്തത്. 4 അല്ലി വെളുത്തുള്ളി എടുത്തു, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി എടുത്തു, ഒരു പച്ചമുളക് നല്ല എരിവുള്ളത്, അതുകൊണ്ട് കുഞ്ഞത് മതി. പിന്നെ തക്കാളിയുടെ പകുതി, ഇതേപോലെ ഒരു സവോള. പ്രിപ്പറേഷൻ ഞാൻ പറയാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. അതിൽ വേപ്പിലയിട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഈ സവോള സ്ക്വയറായിട്ട് അരിഞ്ഞത് അതിട്ടൊന്ന് വഴറ്റുക, ഒരു 3 മിനിറ്റ്. അത് വഴന്ന് വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതൊന്ന് വഴന്ന് ആയി വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് അരിഞ്ഞിട്ടും ഇതിനോടൊപ്പം ഇടുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്നതിനൊപ്പം പെരുംജീരകം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ചേർത്തോളൂ. എന്നിട്ട് അതും കൂട്ടി വഴറ്റുകയാണ് ചെയ്യണം. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് സ്ക്വയറായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങയും ഉണ്ട്. അതിൽ ഉരുളക്കിഴങ്ങും ഈ ചിക്കൻ പീസസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ പാർട്സാണ്. നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ അതിൽ നല്ല പീസസ് മാറ്റി ഒരു കറിയാക്കും, ബ്രസ്റ്റ് പീസ് മാത്രം മാറ്റി വയ്ക്കും, എല്ലില്ലാണ്ടുള്ളത് മാറ്റി വയ്ക്കും. പിന്നെ ഇതേപോലെ പാർട്സ് അത് വേറൊരു കറിക്ക് എടുക്കും. അപ്പോൾ നമ്മൾ ഈ പൊടികളിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി നമ്മളുടെ പെരുംജീരകം കൂട്ടി ചതച്ചതും കൂട്ടി ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ ചിക്കനും ചേർക്കും. ചിക്കൻ ചേർക്കുന്നതോട് കൂടെ ഉരുളക്കിഴങ്ങും ചേർത്തോളൂ. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റുക ചിക്കനും ഇതൊക്കെ കൂടി. എന്നിട്ട് കുക്കറിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് നല്ലത്, അത് ഒഴിക്കുക. അതിൻ്റെ മുകളിൽ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇടുക. എന്നിട്ട് കുക്കറിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫാക്കിയിട്ടോളൂ. എയറൊക്കെ പോകുമ്പോൾ തുറന്ന് നോക്കി നല്ല ചിക്കൻ കറി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് ചോറോ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു കറി നമുക്കിന്ന് തയ്യാറായില്ലേ. ഈസി ആണല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.